ബംഗളൂരുവിൽ നിന്ന് ആക്രി കച്ചവടത്തിനായി പാലക്കാട് എത്തിയവരായിരുന്നു രമേശിന്റെ മാതാപിതാക്കൾ. ആക്രി കച്ചവടത്തോടൊപ്പം ചെറിയ രീതിയിൽ തെരുവു സർക്കസും അഭ്യാസ പ്രകടനങ്ങളുമായി കുട്ടിയായ രമേശും അവരോടൊപ്പമുണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ ഉപേക്ഷിച്ചുപോയ രമേശിന് അസുഖത്തെ തുടർന്ന് അമ്മയും നഷ്ടമായി. ഉപജീവനത്തിനായി സർക്കസ് പ്രകടനവുമായി തെരുവിൽ തുടർന്ന രമേശിലെ കായിക പ്രതിഭയെ പരിശീലകനായ സഞ്ജയാണ് തിരിച്ചറിഞ്ഞത്. പയ്യൻ ഈ തെരുവിൽ നടന്നുകൊണ്ട് ഈ ചേരി പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടു. അപ്പോൾ അതിൻ്റെ നല്ലൊരു കഴിവ് ഞാൻ ഈ ഓടി കളിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ സ്കൂളിലോട്ട് അവനെ വിളിക്കുകയും അവൻ ഈ ഹൈ ജമ്പ് ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ മുഴുവൻ ഇപ്പോൾ ഒരു അഭിമാനം UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് സ്റ്റേറ്റിൽ സെക്കൻഡ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സബ് ജൂനിയർ വിഭാഗം ഹൈ ജമ്പ് മത്സരത്തിൽ 2ാം സ്ഥാനമാണ് രമേശിനെങ്കിലും പൊൻതിളക്കമുള്ള മെഡലാണിതെന്ന് രമേശിന്റെ വാക്കുകൾ. എല്ലാം ഒരു കഴിവിലാണ് കിട്ടിയത്. സാറിൻ്റെ ലക്നൌവിൽ നടക്കാനിരിക്കുന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ യോഗ്യത നേടാനായില്ലെങ്കിലും തെരുവിൽ നിന്നെത്തി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് രമേശ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം വിട്ടത്. പരിശീലനത്തിനും മറ്റും മികച്ച സജ്ജീകരണങ്ങൾ ലഭിച്ചാൽ ഈ കായിക താരം ഇനിയും ഉയരങ്ങൾ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിശീലനത്തിനും മറ്റും മികച്ച സജ്ജീകരണങ്ങൾ ലഭിച്ചാൽ ഈ കായിക താരം ഇനിയും ഉയരങ്ങൾ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ അജീഷിനൊപ്പം നദീർ അജ്മൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.